ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. നൂനിയയിലെ 11ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവസാനമായി പറഞ്ഞു വന്നത് അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയും ബിദ്അത്തിൻ്റെ ഒരാളും തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു സംവാദം, ആ പശ്ചാത്തലത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഖുർആനുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത്? വ അമ്മൽ ഖുർആനു ഫഇന്നി അഖൂൽ, അഹ്ലുസുന്നയുടെ നിലപാട്. ഖുർആനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇന്നഹു കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, അള്ളാഹു ഇറക്കിക്കൊടുത്തതാണ്, അത് സൃഷ്ടിയല്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച, അള്ളാഹുവിൽ നിന്ന് ഇറക്കിക്കൊടുത്ത അവൻ്റെ വചനങ്ങളാണ്, അത് സൃഷ്ടിയല്ല. മിൻഹു ബദഅ വ ഇലൈഹി യഊദ്, അവനിൽ നിന്നാണ് അത് ആരംഭിച്ചത്, അഥവാ അത് ഉത്ഭവിച്ചത്. വ ഇലൈഹി യഊദ്, അവനിലേക്ക് തന്നെ ആ ഖുർആനിൻ്റെ വചനങ്ങൾ ഉയർത്തപ്പെടും, തിരിച്ചു പോകും. തകല്ലമല്ലാഹു ബിഹി സിദ്ഖ, അള്ളാഹു സത്യസന്ധമായി വസ്തുതാപരമായി സംസാരിച്ചതാണ്, അവൻ്റെ വചനങ്ങളാണ്, അവൻ്റെ കലാമാണ് ഖുർആൻ. അള്ളാഹു സംസാരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ വസമിഅഹു മിൻഹു ജബ്രായീലു ഹഖ, സത്യമായും അള്ളാഹുവിൻ്റെ ദൂതനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കേൾക്കുകയും ചെയ്തു. വബല്ലഗഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ, അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കേട്ട ആ വചനങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. വ അന്ന കാഫ് ഹാ യാ ഐൻ സ്വാദ്, സൂറത്ത് മറിയമിൽ 1-ാമത്തെ ആയത്ത്. വഹാമീം ഐൻ സീൻ ഖാഫ്, സൂറത്തു ശൂറയിലെ 1-2 ആയത്തുകൾ. അതേപോലെ സൂറത്ത് യൂനുസിലെ 1-ാമത്തെ ആയത്ത് അലിഫ് ലാം റാ. സൂറത്ത് ഖാഫിലെ 1-ാമത്തെ വചനം ഖാഫ്. സൂറത്തുൽ ഖലമിലെ നൂൻ. ഇങ്ങനെയുള്ള എല്ലാ വചനങ്ങളും ഐനു കലാമില്ലാഹി തആല ഹഖീഖത്തൻ, സത്യമായും അള്ളാഹുവിൻ്റെ വചനങ്ങൾ തന്നെയാണ്, അള്ളാഹ് സംസാരിച്ച വാക്കുകളാണ്, വചനങ്ങളാണവ. വ അന്നല്ലാഹ തകല്ലമ ബിൽ ഖുർആനിൽ അറബിയ്യി അല്ലദീ സമിഅഹു സ്വഹാബത്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഅഹു കലാമുല്ലാഹ്. അള്ളാഹു സംസാരിച്ച അറബിയിലുള്ള ഈ ഖുർആൻ, അത് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ആ വചനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ വചനം തന്നെയാണ്. വലൈസ ഖൗലൽ ബശർ, അത് മനുഷ്യന്മാരുടെ വാക്കുകളല്ല, വചനങ്ങളല്ല. വമൻ ഖാല, ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇന്നഹു ഖൗലുൽ ബശർ, അത് മനുഷ്യൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ ഫഖദ് കഫറ, അയാൾ അവിശ്വസിച്ചു, സത്യത്തെ നിരാകരിച്ചു, നിഷേധിച്ചു, കാഫിറായി. വല്ലാഹു യുസ്ലീഹി സഖർ, കത്തിയാളെന്ന സഖർ എന്ന നരകത്തിൽ അള്ളാഹു അയാളെ പ്രവേശിപ്പിക്കും. കാരണം അള്ളാഹുവിനെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനത്തെ, കലാമിനെ, ഖുർആനിനെ നിഷേധിച്ച ആളായി മാറി. വമൻ ഖാല, ഇനി ആരെങ്കിലും പറയുകയാണ് ലൈസ ലില്ലാഹി ഫിൽ അർളി കലാമുൻ, ഭൂമിയിൽ അള്ളാഹുവിൻ്റേതായി ഒരു വചനവും ഇല്ല എന്ന് പറഞ്ഞാൽ, വമൻ ഖാല ലൈസ ലില്ലാഹി ഫിൽ അർളി കലാമുൻ ഫഖദ് ജഹദ റിസാലത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ ആ വാദത്തിലൂടെ, ആ വർത്തമാനത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയാണ് നിഷേധിക്കുന്നത്. ഫഇന്നല്ലാഹ ബഅസഹു യുബല്ലിഗു അൻഹു കലാമഹു,
അള്ളാഹുവിൻ്റെ വചനങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഒന്നും ഭൂമിയിലില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ്റെ പ്രവാചകത്വത്തെ നിഷേധിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. വർ-റസൂലു ഇന്നമാ യുബല്ലിഗു കലാമ മുർസിലിഹി, ദൂതൻ തന്നെ അയച്ച ആളുടെ മുർസിലിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ വചനമാണ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ദൂതൻ്റേതായി ഒന്നുമില്ല. ദൂതനെ ആരാണോ അയച്ചത് അയാളുടെ വാക്കുകളും സന്ദേശങ്ങളുമാണ് ദൂതൻ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് അള്ളാഹുവാണ് എന്നിരിക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളും സന്ദേശങ്ങളുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകളോട് പറയാനും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ളത്. فإذا انتفى كلام المرسل انتفت رسالة الرسول. അപ്പോൾ അയച്ച ആൾക്ക് ഒന്നും പറയാനില്ല എന്ന് വന്നാൽ എന്നാണ് പറയുന്നതെങ്കിൽ ഇൻതഫത്ത് റിസാലത്തുർ റസൂൽ, ആ ദൂതൻ്റെ ദൗത്യവും ആ ദൂതൻ്റെ റിസാലത്തും അവിടെ ഇല്ലാതെയാവുകയാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകങ്ങൾ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഖ് ഉസൈമീൻ പറയാൻ, നഹ്നുൽ ആന ഫി മഖാമി മുനാദറത്തിൻ ബൈന മുഅത്തിലിൻ വ മുസ്ബിത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ഒരു ബിദ്അത്തിൻ്റെ ആളും മുസ്ബിത്ത് അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു അഹ്ലുസുന്നയുടെ ആളും തമ്മിലുള്ള മുനാദറ, ഒരു സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞു വന്നത്. വഹാദ റഅയുൽ മുസ്ബിത്ത് ഫി കലാമില്ല, അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സിഫത്ത് സ്ഥിരീകരിക്കുന്ന അഹ്ലുസുന്നയുടെ ആൾക്ക് പറയാനുള്ള വാക്കുകളാണ് ഇവിടെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. വല്ലാഹിർ അന്നഹു വഖഅ ഹാദ വാഖിഉൻ മഅ ഇബ്നുൽ ഖയ്യിം നഫ്സിഹി, ഇബ്നുൽ ഖയ്യിമിൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായൊരു അനുഭവമായിട്ടാണ് ഇതിൻ്റെ ബാഹ്യമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഏതായിരുന്നാലും ആ സംഭാഷണത്തിൽ പറയാനുള്ളത് പറഞ്ഞു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്നത് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്. അപ്പോൾ ഖുർആനെ സംബന്ധിച്ച് പറയാനുള്ളത് അൽ ഖുർആനു കലാമുല്ലാഹി തആല മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, സൃഷ്ടിയല്ല, അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയണം. വലാ യക്ഫി ഖൗലുന മുനസ്സൽ ഫഖത്ത്, മുനസ്സൽ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് പൂർണ്ണമാവില്ല. അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് അല്ലെങ്കിൽ ഇറക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താവൂല, ഖുർആനെ സംബന്ധിച്ചുള്ള ബിദ്അത്തുകൾക്കെല്ലാം ഗണ്ണനമായി പറയുന്ന ഹക്കിൻ്റെ നേരായ വർത്തമാനമാവുകയില്ല. ബൽ നഖൂൽ ഗൈറു മഖ്ലൂഖ് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ് എന്ന് പറയണം. കാരണം മുനസ്സൽ എന്ന് മാത്രം പറഞ്ഞാൽ ഹാദൽ മത്തറു മുനസ്സലുൻ, മഴ എന്താണ്, വർഷിക്കപ്പെടുന്നതാണ്, ഇറക്കപ്പെട്ടതാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക എന്ന് പറഞ്ഞില്ലേ. അതേപോലെ ബഹീമത്തുൽ അൻആം, നാൽക്കാലി മൃഗങ്ങളെ സംബന്ധിച്ചും അവ അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വ അൻസല ലക്കും മിനൽ അൻആമി തമാനിയത അസ്വാജ്. അതേപോലെ തന്നെ ഇരുമ്പിനെ സംബന്ധിച്ച് വഹാദൽ ഹദീദ് മുനസ്സൽ വ അൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ഷദീദുൻ വ മനാഫിഉ ലിന്നാസ്. അപ്പോൾ അതുകൊണ്ട് മുനസ്സൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, രണ്ടാമത്തെ ഖൈദായ ഗൈറു മഖ്ലൂഖ് എന്നുകൂടി പറയണം. ഹത്താ ലാ യഖൂല ഖായിലുൻ ഇന്ന ഖൗലക്കും ഇന്നഹു മുനസ്സലുൻ ലാ യംനഉ അൻ യകൂന മഖ്ലൂഖാ. മുനസ്സൽ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് സൃഷ്ടിയാകാതിരിക്കുന്നില്ല എന്ന് ഒരാൾക്കും പറയാൻ ഇടം നൽകാത്ത വിധം എന്തു പറയണം, ഇന്നഹു ഗൈറു മഖ്ലൂഖിൻ ലിഅന്നഹു കലാമുൻ വൽ കലാമു സിഫത്തുൽ മുതകല്ലിം. അത് സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ വചനമാണ്. കലാമ് സംസാരം, വചനം എന്ന് പറഞ്ഞാൽ സിഫത്തുൽ മുതകല്ലിം, സംസാരിക്കുന്ന ആളുടെ ഒരു വിശേഷണമാണ്, ഒരു ഗുണമാണ് സംസാരിക്കുക എന്നത്. വസിഫത്തുൽ മഖ്ലൂഖി മഖ്ലൂഖത്തുൻ, സൃഷ്ടിയുടെ ഗുണമാണെങ്കിലോ അതും സൃഷ്ടിയാണ്. വസിഫത്തുൽ ഖാലിഖി ഗൈറു മഖ്ലൂഖത്തിൻ,
എന്നാൽ സ്രഷ്ടാവിൻ്റെ ഗുണമാകട്ടെ വിശേഷണമാകട്ടെ അത് സൃഷ്ടിയല്ല. അപ്പോൾ സൃഷ്ടികളായ നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മുടെ മറ്റേത് വിശേഷണങ്ങളാണെങ്കിലും അതൊക്കെ എന്താണ്? പടച്ചവൻ്റെ സൃഷ്ടി എന്ന നിലയിൽ അതൊക്കെ സൃഷ്ടിയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളോ അതൊരിക്കലും അള്ളാഹു സൃഷ്ടിയല്ലാത്തത് കൊണ്ട് അവൻ്റെ സിഫത്തുകളും സൃഷ്ടിയല്ല. വലിഹാദാ കാന സലഫു യഖൂലൂൻ, അതിനാൽ സലഫു സാലിഹീങ്ങൾ പറഞ്ഞു പോകുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട് ഇന്നഹു കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതാണ്, സൃഷ്ടിയല്ല. പിന്നെ പറഞ്ഞത് മിൻഹു ബദഅ, അള്ളാഹുവിൽ നിന്നാണത് തുടങ്ങിയത്. യഅനി അന്നല്ലാഹ തആല ഹുവല്ലദീ തകല്ലമ ബിഹി ഇബ്തിദാഅ, അള്ളാഹു ആണ് ആദ്യമായി സംസാരിച്ചത്. ലം യതകല്ലം ബിഹി ജിബ്രീൽ വലാ മുഹമ്മദുൻ അലൈഹിമസ്സലാത്തു വസ്സലാം, ജിബ്രീലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ല അത് ആദ്യമായി സംസാരിച്ചത്. അഥവാ അവരുടെ വചനമല്ല, ജിബ്രീലിൻ്റെ വചനമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വചനമാണ്. ജിബ്രീലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്? അത് എത്തിച്ചു കൊടുക്കുന്ന ദൂതന്മാർ, അതിൻ്റെ മീഡിയേറ്റർമാർ മാത്രമായിരുന്നു. വ ഇലൈഹി യഊദ് എന്ന് പറഞ്ഞാൽ ഐ യർജിഉ, ഖുർആൻ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകും. മാ മഅനൽ ഔദി ഹുന, എന്താണ് ഇവിടെ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അത് ഹുക്കുമിയായിട്ടുള്ള ഒരു മടക്കമാണോ അല്ല ഹിസ്സിയായിട്ടുള്ള അക്ഷരാർത്ഥത്തിലുള്ള ഒരു മടക്കമാണോ? അൽ ജവാബു ഹുവ ഔദുൻ ഹിസ്സിയുൻ, സത്യമായും അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൻ്റെ വചനങ്ങൾ തിരിച്ചു പോകും, അള്ളാഹു ഉയർത്തും. ലിഅന്നഹു യുൻസഉ ഫി ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ ഖിയാമത്ത് നാളിനോടടുത്ത ആ അന്ത്യസമയത്ത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോകും. ഹത്താ ലാ യബ്ഖാ മിൻഹു ശൈഉൻ ലാ ഫീ സുദൂരിർ റിജാൽ ഫലാ ഫിൽ മസാഹിഫ്, മുസ്ഹഫുകളിലോ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ മനഃപ്പാടമായിട്ടോ ഒന്നും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഭൂമിയിൽ ശേഷിക്കുകയില്ല, അവയെ അള്ളാഹു ഉയർത്തും. വഹാദാ ഹീന യുഅ്രിദു അന്നാസു അൻഹു ഇഅറാദൻ കുല്ലിയ, ഖുർആനിൽ നിന്ന് പരിപൂർണമായി ആളുകൾ പിന്തിരിഞ്ഞു പോകുന്ന ആ സന്ദർഭത്തിലാണ്. ഫഇന്നഹു യുൻസഉ മിൻ ബൈനി ഐദീഹിം, അപ്പോൾ അവർ അതിന് താല്പര്യമില്ലാത്ത, അവർ അതിന് യോഗ്യരല്ലാത്ത ആളുകളാണ് എന്ന് വരുമ്പോൾ അള്ളാഹു അവരിൽ നിന്ന് അള്ളാഹുവിൻ്റെ വചനമാകുന്ന അള്ളാഹുവിൻ്റെ കിതാബിനെ, അള്ളാഹുവിൻ്റെ കലാമിനെ അവൻ എടുത്തുകൊണ്ടുപോകും. ലിഅന്നൽ ഖുർആന അഅ്ളമു വഅജല്ലു മിൻ അൻ യബ്ഖാ ബൈന ഖൗമിൻ ലാ യുഖീമൂന ലഹു വസ്ന, യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിനിടയിൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ, അള്ളാഹുവിൻ്റെ ആദരവുകളും ബഹുമാനവുമൊക്കെ അത് അർഹിക്കുന്ന ആ വചനം, ആ ഖുർആൻ അതിനെ അപമാനിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. കമാ അന്നൽ കഅബ, ഏത് കാര്യത്തിന് അത് വലിയൊരു പോയിൻ്റാണ്. ഏതൊന്നിൻ്റെയും കൃത്യമായ ദൗത്യം നടക്കാതിരിക്കുമ്പോൾ അതിൻ്റേതായ ജോലിയും അതിൻ്റേതായ പരിഗണനയും വിലയും നിലയും ഒന്നും ആളുകൾ വെക്കാതെ അതിനെ പരിഗണിക്കാതെ വരുമ്പോൾ അള്ളാഹു അതിനെ എടുത്തു കളയും, അതിനെ പിടിച്ചു വാങ്ങും. അതേതൊരു വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും പറയലുണ്ട്, ഭൗതികമായ കാര്യങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അള്ളാഹു എടുത്തു കളയുന്നത് എപ്പോഴാണ്? അതിനെ പരിഗണിക്കാതെ, അതിനെ സൂക്ഷിക്കാതെ വരുമ്പോഴാണ്. ഇപ്പോൾ യൂട്രസ് റിമൂവ് എന്ന് പറയുന്ന ശസ്ത്രക്രിയ, ഓപ്പറേഷൻ വ്യാപകമാണല്ലോ. ഗർഭാശയം നീക്കം ചെയ്യൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 2-3 പ്രസവത്തോടു കൂടി ഗർഭം നിരോധിക്കുന്ന, ആ ഗർഭപാത്രത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ, ഒരു വേസ്റ്റ്
സാധനമായി അവിടെ അവശേഷിക്കുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ സ്തനാർബുദം, ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന അവസ്ഥയും വ്യാപകമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിലൂടെ നടക്കേണ്ടുന്ന ഫങ്ഷനുകൾ നടക്കാതെ വരാണ്. ഗർഭധാരണമില്ല, മുലയൂട്ടലില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ദുനിയാവിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചൊരു സംവിധാനമാണത് എന്തു ചെയ്യും, ഒഴിവാക്കേണ്ടി വരും. ഉപയോഗശൂന്യമായത് നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ ഉപകാരമില്ലാതെ യാതൊരു ഫായ്ദയില്ലാത്തൊരു സാധനം നമ്മൾ വീട്ടിൽ വെക്കലില്ല. അത് വേസ്റ്റായിട്ട് കളയും, അല്ലെങ്കിൽ ആക്രിക്കാർക്ക് തൂക്കി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇതേപോലെ ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണെന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കാത്ത ആളുകൾ അവസാന കാലഘട്ടത്തിലാകുമ്പോൾ അള്ളാഹു ആ ഖുർആനിനെ അവരുടെ ഇടയിൽ നിർത്താൻ, അള്ളാഹുവിൻ്റെ കലാമിനെ അപമാനിക്കാൻ, അതിന് യാതൊരു പരിഗണനയും ശ്രദ്ധയും കിട്ടാത്തൊരു സാഹചര്യത്തിൽ വിടാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു അതിനെ തിരിച്ചെടുക്കും. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നടക്കുമെന്നാണ്. എന്നിട്ട് ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വേറൊരു സംഭവം കൂടി പറയാം. ഖുർആനിനെ അള്ളാഹു അപമാനിക്കാതിരിക്കാൻ അതിനെ എടുത്തുയർത്തുന്നത് പോലെ കമാ അന്നൽ കഅബത ഇദാ അഅറള അന്നാസു അൻഹാ വംതഹനൂഹ, കഅബ, വിശുദ്ധമായ കഅബയെ ആളുകൾ ശ്രദ്ധിക്കാതെ അതിനെ അനാദരിച്ചുകൊണ്ട് അതിനെ വിലവെക്കാതെ പിന്തിരിഞ്ഞു കളയുമ്പോൾ, അതിനെ അപമാനിക്കാനും നിന്ദിക്കാനും ആളുകൾ തയ്യാറാകുമ്പോൾ സല്ലത്തല്ലാഹു അലൈഹ സുവൈഖത്തൈനി എന്ന് പറയുന്ന ഹബശക്കാരനായ ഒരാളെ, സാഖ് എന്നതിൻ്റെ തസ്ഗീറാണ് സുവൈഖ്, രണ്ട് കുറുകാലുകളായ അഥവാ അംഗവൈകല്യങ്ങളുള്ള ദുർബലനായ ഒരു മനുഷ്യനെ, എത്യോപ്യക്കാരൻ, ഹബശക്കാരൻ, അള്ളാഹു എന്ത് ചെയ്യും, അധികാരം നൽകി കഅബയെ തകർക്കും. അയാൾ യഹ്ദിമുഹ ഹജറൻ ഹജറ ഹത്താ യുൽഖിയഹ ഫിൽ ബഹർ, എന്നിട്ട് ഓരോ കല്ലുകളായി ഇളക്കി അയാൾ അത് കൊണ്ടുപോയി കടലിൽ തള്ളും. ഇത് ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഹദീസിൻ്റെ പല ഗ്രന്ഥങ്ങളിലും സ്വഹീഹ് മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായി വന്ന ഹദീസാണ്. അപ്പോൾ കഅബയെ പരിഗണിക്കാതെ കഅബയുടെ ഒരു ആദരവും അതിൻ്റെ ഒരു ദൗത്യവും അതിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധയും മഹത്വവും പരിഗണനയും ഒന്നും ആളുകൾ കെയർ ചെയ്യാതെ, ശ്രദ്ധിക്കാതെ, സൂക്ഷിക്കാതെ വരുമ്പോൾ അതിൻ്റെ ദൗത്യം അവിടെ അവസാനിക്കും. മുൻ വേദഗ്രന്ഥങ്ങളുടെയും അവസ്ഥ തന്നെ. അവയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാതെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അതിൻ്റെ ഒരു കാലം നിശ്ചയിച്ച ആ മുദ്ദത്ത് അത് കഴിഞ്ഞു. അപ്പോൾ അള്ളാഹു അതിനെ എടുത്തു. ഇതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്, കഅബയുടെ കാര്യത്തിലും അങ്ങനെയാണ്. വദാലിക ഇദാ അത്തന്നാസു ഫീഹാ വലം യുഖദ്ദിറുഹ ഹഖ ഖദ്രിഹ വഹാദാ ഔദുൻ ഹിസ്സി. അപ്പോൾ ഖുർആനാകട്ടെ കഅബയാകട്ടെ അതിന് അതിൻ്റേതായ പരിഗണനയും വിലയും നിലയും ഒന്നും നൽകാതിരിക്കുമ്പോൾ അള്ളാഹു അതിനെ എടുത്തു മാറ്റും. പിന്നെ അമ്മൽ മഅനവി, ആശയപരമായ ഉയർത്തൽ അല്ലെങ്കിൽ മടങ്ങിപ്പോക്ക് എന്ന് പറഞ്ഞത് യഊദു ഇലൈഹി ഹുക്മൻ, അത് ബിമഅന അന്നഹു ലാ യുൻസബു ഇലാ ഗൈരില്ലാഹ് ഫലാ യുഖാലു അൽ ഖുർആനു കലാമു ജിബ്രീൽ വലാ കലാമു മുഹമ്മദ് വഇന്നമാ ഹുവ കലാമുല്ലാഹി അസ്സ വജല്ല ഫഹുവ യഊദു ഇലൈഹി. അത് അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങുന്ന അഥവാ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയുന്നതാണ്. വസ്ഫൻ വഹുക്മൻ ലിഅന്നൽ കലാമ ഇന്നമാ യുളാഫു ഹഖീഖത്തൻ ഇലാ മൻ തകല്ലമ ബിഹി അവ്വലൻ ഇലാ മൻ ബല്ലഗഹു. ആരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണെങ്കിലും ആദ്യമായി ഇത് സംസാരിച്ച ആൾ ആരാണോ അവനിലേക്കാണ് ഒരു കലാമിനെ ചേർത്ത് പറയാം. ഫലോ ഖുൽത ഖിഫാന ബികി മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി എന്നത് ആരുടെ വാക്കാണ്? ഫഹൽ ഹാദിഹിൽ ഖസീദത്തു ലക അം അന്നഹ ലിംറിഇൽ ഖൈസ്, നിൻ്റെ ഖസീദയാണോ അതല്ല ഇമ്രുൽ ഖൈസിൻ്റെ ഖസീദയാണോ? എല്ലാവരും പറയും ഇമ്രുൽ ഖൈസിൻ്റെതാണ്. നീയാണത് പാടിയത് എങ്കിൽ പോലും
നീ എന്താണ് അത് പറഞ്ഞ ആളെ ആകുള്ളൂ. അതിൻ്റെ യഥാർത്ഥ ഉടമ ആരാണ്? ഇംറുൽ ഖൈസാണ്. അതേപോലെ തന്നെ ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു എന്ന ആ പദ്യശകലം ഫഹൽ ഹിയ ലക് അം അന്നഹ ലി കഅബ് ഇബ്നു സുഹൈർ. ആരും പറയും ബാനത്ത് സുആദ് കഅബ് ഇബ്നു സുഹൈറിൻ്റെതാണ്. എങ്കിൽ ഇദാ ഖുൽനാ ഹാദൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിൻ്റെ വചനമാണെന്ന് പറഞ്ഞാൽ ഫഹുവ കലാമുല്ലാഹി യുൻസബു ഇലല്ലാഹി അസ്സ വജൽ വയദുല്ലുക ലിഹാദാ അന്നല്ലാഹ നസബഹു മർറത്തൻ ഇലാ ജിബ്രീൽ വമർറത്തൻ ഇലാ മുഹമ്മദ് വലാ യുംകിനു അൻ യകൂന കലാമുൻ വാഹിദുൻ മൻസൂബൻ ലിത്നൈൻ ലാകിൻ യുൻസബു ഇലൈഹിമാ അലാ സബീലി തബ്ലീഗ്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ് എന്നിരിക്കെ അത് ജിബ്രീലിലേക്കും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുമൊക്കെ ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അവർ സംസാരിച്ച അവരുടെ വാക്ക് എന്ന അർത്ഥത്തിലല്ല. പിന്നെന്താണ്? ലാകിൻ യുൻസബു ഇലൈഹിമ അലാ സബീലി തബ്ലീഗ്, അവർ എത്തിച്ചു കൊടുത്തു ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഫജിബ്രീലു ബല്ലഗഹു മുഹമ്മദ വ മുഹമ്മദുൻ ബല്ലഗഹു ഉമ്മത്തഹു ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ അവിടെ ഉദ്ദേശം റസൂല് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ജിബ്രീലാണ്. അതേപോലെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഫൽ മുറാദു ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ എത്തിച്ചു കൊടുത്ത ദൂതന്മാരെന്നുള്ള നിലയിൽ അവരിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. ഇദൻ അൽ ഖുർആനു കലാമുല്ലാഹ്. അല്ലാഹു തആല ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.